മുസ്ലിം സ്ത്രീയുടെ ഇദ്ദയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഇസ്ലാമിന് മുമ്പുള്ള വിധവകളായ സ്ത്രീകൾ എങ്ങനെയായിരുന്നു ഇദ്ദ ആചരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. ഇസ്ലാമിന് മുമ്പുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ള ഏറ്റവും ചെറുതും ഇടുങ്ങിയതും ഇരുളടഞ്ഞതുമായ ഒരു റൂമിൽ അടക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അത്യാവശ്യത്തിനും പ്രാഥമിക ആവശ്യത്തിനുമല്ലാതെ ആ റൂമിൽ നിന്ന് പുറത്തു കടക്കാൻ പാടുണ്ടായിരുന്നില്ല. അവർക്ക് നൽകുന്ന ഭക്ഷണമാവട്ടെ ഏറ്റവും താഴ്ന്നതും മോശപ്പെട്ടതുമായിരിക്കും. നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഭർത്താവ് മരിച്ചതാണല്ലോ, അതിൻ്റെ പേരിലുള്ള ദുഃഖാചരണമാണല്ലോ. അപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല. അവർക്ക് ധരിക്കാൻ നൽകുന്ന വസ്ത്രം വളരെയധികം നുരുമ്പിയതും മുഷിഞ്ഞതുമായ വളരെ മോശപ്പെട്ട വസ്ത്രമായിരുന്നു അവർക്ക് ധരിക്കാൻ കൊടുത്തിരുന്നത്. നല്ല വസ്ത്രങ്ങളൊന്നും അവർക്ക് ധരിക്കാൻ പാടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വിധം ആ ഇരുളടഞ്ഞ റൂമിൽ അവരങ്ങനെ കഴിഞ്ഞുകൂടണം. സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു റൂമില്ല എങ്കിൽ അവർ വീടിന് പുറത്ത് ഇദ്ദ ആചരിക്കാനായി ഒരു കുടിൽ കെട്ടിയുണ്ടാക്കുകയും വിധവയായ സ്ത്രീയെ അതിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. അവർക്ക് കുളിക്കാൻ പാടുണ്ടായിരുന്നില്ല, തല ചീകാൻ പാടുണ്ടായിരുന്നില്ല. അങ്ങനെ ശുചിത്വ പ്രവർത്തനങ്ങളൊന്നും നടത്തിക്കൂടാ. ഇതായിരുന്നു അവിടുത്തെ. അതുപോലെ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള രോമങ്ങളൊന്നും നീക്കാനൊന്നും പാടില്ല. ആ നിലക്കുള്ള ശുചിത്വങ്ങളൊന്നും പറ്റില്ല. അങ്ങനെ കുളിക്കാൻ പോലും പറ്റാതെ ഒരു കൊല്ലക്കാലം അവർ ആ റൂമിൽ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് എല്ലാ മാനുഷിക മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവരവിടെ കഴിഞ്ഞുകൂടേണ്ടിയിരുന്നു. അങ്ങനെ ഒരു വർഷമാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഒരു വർഷമായി കഴിഞ്ഞാൽ അവരെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴേക്ക് വീട്ടുകാർ അവിടെ കഴുതയെയോ നായയെയോ അല്ലെങ്കിൽ പന്നിയെയോ വളരെ മോശമായി അവരുടെ ഇടയിൽ വിലയില്ലാത്ത ഒരു മൃഗത്തെ അവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ടാകും. ആ വിധവയായ സ്ത്രീ ഇദ്ദ ഒരു കൊല്ലം ആചരിച്ചു കഴിഞ്ഞ ശേഷം പുറത്തു വന്ന പെണ്ണ് ആ മൃഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ തൊടണം. അങ്ങനെ തൊടലോടുകൂടെ അവരുടെ ഇദ്ദ തീർന്നു. ഇനി കുളിച്ച് ഫ്രഷായി അവർക്ക് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തലമുടിയൊക്കെ ചീകി അങ്ങനെ കഴിയാവുന്നതാണ്. ചീകാൻ മുടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിലോ അത് മുഴുവനും വെട്ടിക്കളയുകയാണ് ചെയ്യാറുള്ളത്. ഇനി അങ്ങനെ മൃഗങ്ങളെ ഉപയോഗിക്കാതെ ചിലർ ഒരു പ്രത്യേക തരം പക്ഷികൾ, അവിടെ ആ പരിസരത്തെവിടെയും കണ്ടെത്താത്ത ഒരു തരം പക്ഷിയുണ്ട്. ആ പക്ഷിയെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് അതിനെ തൊടാൻ വേണ്ടി ആവശ്യപ്പെടും. അതോടെ ഇദ്ദ തീരും. ഇതിനൊന്നും ചെയ്യാത്ത ആളുകൾ പിന്നീട് ചെയ്തിരുന്ന പരിപാടി, ആ ഇദ്ദയിരിക്കുന്ന വിധവയായ പെണ്ണിൻ്റെ കയ്യിൽ ഉണങ്ങിയ ഒട്ടകത്തിൻ്റെ കാഷ്ടം കൊടുക്കും. ഉണക്ക കാഷ്ടം ഒട്ടകത്തിൻ്റെ. അതവൾ വാങ്ങിയിട്ട് അവളുടെ ജനനേന്ദ്രിയത്തിൽ ഒന്ന് ഒരതണം, ഒന്ന് തടവണം. എന്നിട്ട് അത് പുറത്തേക്ക് നീട്ടി എറിയലോടുകൂടെ അവരുടെ ഇദ്ദ തീർന്നു. ഇനി അവർക്ക് വീട്ടിലെ ഒരംഗമായി എല്ലാവരെയും പോലെ കുളിച്ച് ഫ്രഷായി നന്നായി നല്ല വസ്ത്രം ധരിച്ച് കഴിയാവുന്നതാണ്. ഇതായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള ഇദ്ദയുടെ ഒരു ചുരുങ്ങിയ രൂപം. ഈ കാര്യങ്ങളൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ സാദുൽ മആദിലുണ്ട്. ഒരു വർഷമാണ് അവർക്ക് ഈ വിധത്തിലുള്ള ഇദ്ദ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇത്രയും കഥകൾ, ഈ ആചാരങ്ങൾ ഇത്രയും വിശദമായിട്ട് സാദുൽ മആദിലില്ലെങ്കിലും ഒരു വർഷം അവർ ഇരുളടഞ്ഞ റൂമിൽ കിടക്കേണ്ടിയിരുന്നു, ഇരിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം അത് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ സുനനുൽ ബൈഹഖി, ഇമാം ബൈഹഖിയുടെ സുനനിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ
അതായത് പ്രാചീന അറബി ചരിത്രങ്ങൾ പറയുന്ന അറബിക്കഥകളിലെ ചരിത്രങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇസ്ലാം അവിടെ കടന്നു വരുന്നു. ഇസ്ലാം വന്നിട്ട് ഒരു കൊല്ലത്തെ അവരുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമായി ചുരുക്കി കെട്ടി. ഇസ്ലാം ചെയ്ത ഒരു മാറ്റം. മറ്റൊന്ന്, ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടുകൂടെ ഇദ്ദ കഴിയുമെന്നും ഗർഭിണി അല്ലെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദ അനുഷ്ഠിക്കണമെന്നും ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗർഭം ഒരു പക്ഷേ ഉടനെ പ്രസവിച്ചാൽ ഇദ്ദ തീരും. ഇനി തുടക്കത്തിലായിരുന്നുവെങ്കിൽ ആ പ്രസവം വരെ 9 മാസവും 10 ദിവസവും ഉണ്ടാവുമല്ലോ, ആ പ്രസവം വരെ അവർ ഇദ്ദ ആചരിക്കണം. ആ ഇദ്ദ ആചരിക്കുമ്പോൾ വഫാത്തിൻ്റെ ഇദ്ദക്ക് ഇഹ്ദാദ് പാലിക്കണം എന്നാണ്. ഇഹ്ദാദ് മനസ്സിലാക്കുന്നിടത്ത് ചിലർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദ ഒരു പീഡനാനുഭവമാണ്, ഒരു ജയിലറയാണ്, പെണ്ണുങ്ങളോട് ചെയ്യുന്ന ഒരു നീതി നിഷേധമാണ്, അതൊരു പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. സത്യത്തിൽ ഇദ്ദ ഒരു ബന്ധനമല്ല, ഒരു പീഡനാനുഭവമല്ല. ഇഹ്ദാദ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു കുഴപ്പമില്ല. ഇഹ്ദാദ് എന്ന് പറഞ്ഞാൽ ഒന്ന് സുഗന്ധം ഉപേക്ഷിക്കണം, ഒരു ദുഃഖാചരണമാണ്. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിലുള്ള ദുഃഖാചരണമാണ് നടത്തുന്നതെന്നത് കൊണ്ട് അവർ സുഗന്ധം ഉപയോഗിക്കരുത്. അതുപോലെ നല്ല ചായം പൂശപ്പെട്ട കളർ വസ്ത്രങ്ങളെ, ഭംഗിയുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ച് സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. മറ്റൊന്ന്, അവർ പകൽ സമയത്ത് ആഭരണം ധരിക്കരുത്. രാത്രി കുഴപ്പമില്ല, പകൽ സമയത്ത് ആഭരണം ധരിക്കരുത്. വേറെ ഒന്ന്, അവരാവശ്യമൊന്നുമില്ലെങ്കിൽ സുർമ ഇടരുത്. കണ്ണിന് സുർമ ഇട്ടാലേ ഉറക്ക് വരൂ എന്നുണ്ടെങ്കിൽ സുർമ ഇടാം. ആവശ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വെറുതെ സുർമ ഇടുന്നതിനെ ഉപേക്ഷിക്കുക. ദുഃഖാചരണമാണല്ലോ, അതുകൊണ്ട്. മറ്റൊന്ന്, അവരുടെ തലയിൽ എണ്ണ പൂശരുത്. ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. തലയിൽ എണ്ണ തൊട്ടുകൂടാ എന്ന് പലരും മനസ്സിലാക്കി. അങ്ങനെയല്ല. ഈ തലയിൽ എണ്ണ ഉപയോഗിച്ച് കുളിക്കാത്തത് കൊണ്ട് വല്ല സ്ത്രീക്കും തലയിൽ കുരുക്കളുണ്ടാവുകയോ വിയർപ്പിൻ്റെ വിഷമങ്ങളുണ്ടാവുകയോ അല്ലെങ്കിൽ തലക്കെന്തെങ്കിലും അസുഖമുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അവിടെ മരുന്നിൻ്റെ ഉപയോഗം എന്ന നിലക്ക് എണ്ണ ഒരു മരുന്നിൻ്റെ സ്ഥാനത്ത് നിർത്തിയാൽ ആ പ്രശ്നങ്ങൾ തീരുമെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. ഇനി മറ്റേതെങ്കിലും മരുന്ന്, ഈ തലയിൽ പുരട്ടുന്ന മരുന്ന് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അസുഖത്തിൻ്റെ പേരിലാവണം. ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് എവിടെയാണ്? സുഗന്ധം കിട്ടാൻ വേണ്ടിയോ മുടി സുന്ദരമായി നിലനിർത്താൻ വേണ്ടിയോ ആണ് ഈ എണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്, ഉപയോഗിക്കാൻ പാടില്ല യുദ്ധകാലത്ത് എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ പിന്നെ മുടി ഒന്നാകെ കെട്ടിക്കുടുങ്ങി ഒരു ജടയായി മാറി അതൊരു പലക പോലെ ആവുകയും ചേർപ്പ് കൊണ്ട് വാർന്ന് നന്നാക്കാൻ കഴിയാത്ത വിധം മുടി ഒന്നായിട്ട് കെട്ടിപ്പിണഞ്ഞ് കഷ്ടക്കാലം വരുന്നുണ്ട് എങ്കിൽ അവിടെ മുടി ചീകാൻ എണ്ണ ഉപയോഗിച്ചാലേ നടക്കൂ എന്നുണ്ടെങ്കിൽ അവിടെയും എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എന്നല്ലാതെ എണ്ണ ഉപയോഗിക്കുന്നത് ഒരു നിലക്കും പാടില്ല എന്ന നിയമം അവിടെ ഇല്ലെന്ന് പ്രത്യേകം തിരിച്ചറിയണം. പിന്നെ മുഖത്തും കൈകളിലും മറ്റു ശരീരഭാഗങ്ങളിലൊക്കെ ഈ മേക്കപ്പുകൾ ഉപയോഗിക്കുക, ചമയങ്ങൾ, അത് ഉപയോഗിക്കുന്നതും തെറ്റാണ്. കാരണം ഭർത്താവ് മരിച്ചതിൻ്റെ ദുഃഖാചരണമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവിധ ശുദ്ധീകരണങ്ങളും ശുചിത്വങ്ങളും പാലിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ജാഹിലിയ്യ കാലത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെയുണ്ട്. അവർക്ക് നഖം വെട്ടാനും പാടുണ്ടായിരുന്നില്ല. ഒരു കൊല്ലത്തേക്ക് നഖം വെട്ടാൻ പാടില്ല എന്നായിരുന്നു. നമുക്ക് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. നഖം വെട്ട, സ്വകാര്യ ഭാഗത്തെ രോമങ്ങളൊക്കെ കളയാം, അതുപോലെ മുടി ചീകി ഒതുക്കി വെക്കാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മുടെ നാടുകളിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും
ഒരു റൂമിൽ അങ്ങനെ ചടഞ്ഞു കൂടണം എന്ന്. വെള്ളക്കാച്ചി എടുത്തിട്ട് അങ്ങനെയൊന്നുമില്ല അവർക്ക്. എന്നിട്ടോ ഭക്ഷണമൊക്കെ ആ റൂമൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അവരത്യാവശ്യത്തിൽ ഇപ്പോൾ ബാത്ത് അറ്റാച്ച്ഡ് ഉള്ളത് കൊണ്ട് ആ വിധവയായ ഇരിക്കുന്ന പെണ്ണിനെ പുറത്തോട്ട് കാണാൻ തന്നെ കിട്ടൂല. ആ വിധത്തിൽ ഒരു റൂമിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അടുക്കളടക്കമുള്ള എല്ലാ സ്ഥലത്തേക്കും വിധവയായി ഇരിക്കുന്ന പെണ്ണിന് പോകാവുന്നതാണ്. അടിച്ചു വാര, തേച്ച് കഴുകുക, നിലം തുടക്കുക, ഒരു കുഴപ്പമില്ല. ഇനി മുറ്റം അടിച്ചു തരാൻ മറ്റാരും തയ്യാറാകുന്നില്ലെങ്കിൽ ഇരിക്കുന്ന പെണ്ണിന് പുറത്തു പോയിട്ട് ആ വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യം നേരിട്ടു, വീട്ടിൽ ചായപ്പൊടിയോ പഞ്ചാരയോ തക്കാളിയോ പച്ചമുളകോ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് അയൽപ്പക്കത്ത് പോയിട്ട് തൽക്കാലം വാങ്ങേണ്ടി വന്നാൽ അയൽപ്പക്കത്തേക്ക് അത്യാവശ്യങ്ങൾക്ക് പോകുന്നതിനും വരുന്നതിനും ഒരു കുഴപ്പവുമില്ല. അവിടെയുള്ള സഹോദരിയോ കാണാൻ പറ്റുന്ന വല്ലവരും അവിടെ രോഗമായി കിടക്കുന്നുണ്ടെങ്കിൽ രോഗി സന്ദർശനം എന്ന നിലക്ക് ഈ അയൽപ്പക്കത്തെ രോഗിയെ കാണാൻ ഇവർക്ക് പോകുന്നതിനൊരു വിരോധമില്ല. അയൽപ്പക്കത്ത് ആരെങ്കിലും മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ബന്ധുക്കളിൽപ്പെട്ട എവിടെയോ ഉള്ള ബന്ധു ആയിക്കോട്ടെ, ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ആ ജനാസ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് ഒരു വിരോധവുമില്ല. അതേസമയം ആഘോഷങ്ങളിലേക്ക് പോകരുത്. കല്യാണം അതുപോലെയുള്ള ആഘോഷങ്ങളിലേക്ക് ഈ ഇരിക്കുന്ന പെണ്ണ് പോകരുത്. ആഘോഷവും ദുഃഖാചരണവും തമ്മിൽ എതിരുണ്ട്. അതുകൊണ്ടാണ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു റൂമിലിങ്ങനെ ഒരു ബന്ധനസ്ഥയെപ്പോലെ അടങ്ങിയൊതുങ്ങി കഴിയണം എന്ന് വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് വഫാത്തിൻ്റെ ഭർത്താവ് മരിച്ച വകയിലുള്ള ഇരിക്കുന്ന പെണ്ണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങളൊക്കെ അനുഭവിക്കാൻ അവകാശമുള്ളവളാണ്. അവൾക്ക് ആ ഒരു റൂമിൽ തന്നെ 4 മാസവും 10 ദിവസവും ചടഞ്ഞിരിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകൾക്കും എല്ലാ നല്ല അറിവിനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.